ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു പ്ലീറ്റഡ് ഗൗൺ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം നമുക്ക്. സാരി കൊണ്ടാണ് ഗൗൺ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു സാരിയും അതിലേക്കുള്ള ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണ് കട്ട് ചെയ്യാൻ നോക്കാം നമുക്ക്. ആദ്യം നമ്മൾ ഈ ഗൗണിൻ്റെ മേലത്തെ ഭാഗം യോക്ക് വശമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് നമ്മളിതാ ലൈനിങ് 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ വെക്കുക. എന്നിട്ട് നമുക്ക് യോക്കിൻ്റെ ലെങ്ത്ത് നമ്മൾ ആദ്യം അടയാളപ്പെടുത്തണം. യോക്ക് ലെങ്ത്ത് നമുക്ക് 13.5 ഇഞ്ചാണ് വേണ്ടത്. 13.5 ഇഞ്ചിൽ കൂടെ തയ്യൽ തുമ്പ് ഒരു 1 ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ട് 14.5 ഇഞ്ചിൽ നമ്മൾ യോക്ക് ലെങ്ത്ത് അടയാളപ്പെടുത്തുക. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തുക. ഷോൾഡർ 7 ഇഞ്ചാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത്. ഷോൾഡർ 7 ഇഞ്ചും പിന്നെ ആം ഹോളാണ് വേണ്ടത്. ആം ഹോളും 7 ഇഞ്ചിൽ തന്നെയാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ആം ഹോൾ 7 ഇഞ്ച് അടയാളപ്പെടുത്തി. പിന്നെ ഞാൻ ഈ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തിയതൊന്നും ക്ലിയർ ആയിട്ട് കാണുന്നില്ല. അത് കാരണം ഇപ്പോൾ ഞാനൊരു ഏരോ മാർക്ക് ഇടുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് നമുക്ക് ചെസ്റ്റ് റൗണ്ടാണ് നമുക്ക് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ എനിക്ക് ചെസ്റ്റ് റൗണ്ട് വേണ്ടത് 37 ഇഞ്ചാണ്. 37 ഇഞ്ചിന് 4ആയിട്ട് ഹരിച്ചിട്ട് 9.25 ഇഞ്ചാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത്. ഇനി അടുത്തത് വേസ്റ്റ് റൗണ്ടാണ് അടയാളപ്പെടുത്തുന്നത്. വേസ്റ്റ് റൗണ്ട് എനിക്ക് 34 ഇഞ്ചാണ് ഫുള്ളായിട്ട് റൗണ്ട് എനിക്ക് വേണ്ടത്. അതിനെ ഞാൻ 4ആയിട്ട് ഹരിച്ചിട്ട് 8.5 ഇഞ്ചിൽ വേസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ കൈക്കുഴി ഒന്ന് റൗണ്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇവിടുന്ന് 1 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി എടുക്കുക. എന്നിട്ടൊന്ന് റൗണ്ടായിട്ട് ഒന്ന് ഇങ്ങനെ ഗർവ് പോലെ ഒന്ന് അടയാളപ്പെടുത്തി വരച്ചെടുക്കുക. ഓക്കെ, ആം ഹോൾ ഇതുപോലെ ഒന്ന് നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് നെക്കിൻ്റെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും അടയാളപ്പെടുത്താം. അതിന് നെക്കിൻ്റെ വിഡ്ത്ത് ഞാൻ 2.25 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് 6 ഇഞ്ചും ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് 3 ഇഞ്ചും ആയിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട്. റൗണ്ട് നെക്കാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഈ 2.25 നിന്ന് ബാക്ക് 3 ഇഞ്ച് ലെങ്ത്തിൽ റൗണ്ടായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതേമാതിരി അതിൽ നിന്ന് തന്നെ ലെങ്ത്ത് 6 ഇഞ്ചിലേക്കും ഒന്ന് റൗണ്ടായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മുടെ നെക്ക് വിഡ്ത്തിൻ്റെ അവിടുന്ന് ഷോൾഡറിൻ്റെ അവിടേക്ക് ഒരു 1/2 ഇഞ്ച് ഒന്ന് ഇങ്ങനെ ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതൊന്നും ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി ഈ ഷേപ്പിൻ്റെ ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മളൊരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം. കാരണം നമ്മൾ കറക്റ്റ് അളവിലാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ തയ്യൽ തുമ്പും കൂടെ ഒരു 1.5 ഇഞ്ച് ആഡ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ യോക്കിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ബാക്ക് വശം കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ബാക്കും ഫ്രണ്ടും ഒരുമിച്ച് കട്ട് ചെയ്യണ കാരണം ആദ്യം ബാക്ക് നെക്കിൻ്റെ ലെങ്ത്തിൽ ആദ്യം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ബാക്ക് വശം ബാക്ക് ഭാഗം ഒന്ന് നീക്കി വെക്കുക. മാറ്റിയെടുത്തതിന് ശേഷം ഇനി ഫ്രണ്ട് നെക്കൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നെക്ക് കട്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഈ ആം ഹോളിൻ്റെ കൈക്കുഴിയുടെ അവിടെ ഒരു 1/2 ഇഞ്ച് ഒന്ന് കുഴിച്ച് വെട്ടണം. ഫ്രണ്ട് കൈക്കുഴി മാത്രം. അപ്പോൾ അതൊന്ന് ഒരു 1/2 ഇഞ്ച് ഒന്ന് കുഴിച്ച് വെട്ടണം. ഞാനിപ്പോൾ ഇതിൽ ആ ഭാഗം ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു 1/2 ഇഞ്ച് നിങ്ങൾ കൈക്കുഴിയുടെ അവിടെ ഒന്ന് കുഴിച്ച് വെട്ടുക. ഇനി സ്ലീവാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. സ്ലീവ് ഇതുപോലെ ലൈനിങ് തുണി 4ആയി ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് 14 ഇഞ്ച് ലെങ്ത്ത് നമുക്ക് വേണം. അതിൽ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് 15.5 ഇഞ്ച് ലെങ്ത്ത് അടയാളപ്പെടുത്തുക. 9.5 ഇഞ്ച് വീതിയിലാണ് ലൈനിങ് മടക്കി വെച്ചിട്ടുള്ളത്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 3 ഇഞ്ച് കയറ്റി അടയാളപ്പെടുത്തുക. എന്നിട്ട് നമുക്ക് കൈയിൻ്റെ അവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് കൈ റൗണ്ടാണ് ഇനി വേണ്ടത്. കൈ റൗണ്ടിൻ്റെ അളവ് നമുക്ക് 5 ഇഞ്ചാണ്. അതിൽ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് 6 ഇഞ്ചിൽ നമ്മൾ അടയാളപ്പെടുത്തുക. എന്നിട്ട് നമുക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. സ്ലീവ് കട്ട് ചെയ്തെടുക്കുക.
സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്നും ഇങ്ങനെ ഇതുപോലെ ഒന്ന് നിർത്തിയിട്ടിട്ട് ഫ്രണ്ട് വശത്തേക്ക് വരണ ഈ കഴുകിൻ്റെ ഈ കൈക്കുഴിയുടെ ഇവിടെ ഒന്നും ഇങ്ങനെ ഒന്ന് കുഴിച്ച് ഒരു അര ഇഞ്ച് ഒന്ന് കുഴിച്ച് അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഗൗണിൻ്റെ പ്ലീറ്റ് ഇടുന്ന ഭാഗമാണ് കട്ട് ചെയ്യുന്നത്. അതിന് ആദ്യം ലൈനിങ് കട്ട് ചെയ്തെടുക്കുകയാണ്. ലൈനിങ് നമ്മൾ പ്ലീറ്റ് ഇട്ടിട്ടല്ല കട്ട് ചെയ്യണത്, എ ലൈനായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ലൈനിങ് വെച്ചിട്ടുണ്ട്. ഇത് അടിവശം ഞാനൊന്ന് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഒപ്പത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിന് ലൈനിങ് ലെങ്ത്ത് അടയാളപ്പെടുത്തണം. അതിന് ഗൗണിൻ്റെ ഫുൾ ലെങ്ത്തിൽ നിന്ന് നമ്മൾ യോക്കിൻ്റെ ലെങ്ത്ത് മൈനസ് ചെയ്യണം. അപ്പോൾ ഗൗൺ 50 ഇഞ്ചാണ് എനിക്ക് ഫുൾ ലെങ്ത്ത്. അതിൽ നിന്ന് യോക്ക് ലെങ്ത്ത് മൈനസ് ചെയ്തിട്ട് 36.5 ഇഞ്ചാണ് എനിക്ക് ഈ ഇതിന് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ 36.5 ഇഞ്ച് ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്ക് വേസ്റ്റ് റൗണ്ട് കിട്ടണമല്ലോ. അപ്പോൾ വേസ്റ്റ് റൗണ്ട് കിട്ടാൻ നമ്മൾ യോക്കിൻ്റെ പീസ് കട്ട് ചെയ്ത് വെച്ച് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് അതിൻ്റെ റൗണ്ടിനനുസരിച്ച് നമ്മൾ ഇതിൻ്റെ റൗണ്ട് അടയാളപ്പെടുത്തിയിട്ട് ഒന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ലൈനിങ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സാരിയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം യോക്ക് ഭാഗമൊക്കെ യോക്കും സ്ലീവും ഈ സാരിയിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കണം, യോക്കിനുള്ളതും സ്ലീവിനുള്ളതും. സാരിയിൽ നിന്ന് നമ്മളിതാ യോക്ക് ഭാഗവും സ്ലീവും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലീറ്റ് ഇടണ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം സാരിയിൽ നിന്ന്. ഇനി സാരി ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ലെങ്ത്ത് അടയാളപ്പെടുത്തുക. പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ ലെങ്ത്ത് നമുക്ക് വേണ്ടത് 36.5 ഇഞ്ചാണ്. അതിൽ കൂടെ തയ്യൽ തുമ്പ് ഒരു 1.5 ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ട് 38 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ 38 ഇഞ്ച് ലെങ്ത്തിൽ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ലെങ്ത്ത് അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലേക്ക് വേറെയും ഫ്രണ്ടിലേക്ക് വേറെ ആയിട്ട് പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് സെൻറ്റർ വശം ഇതുപോലെ ഒന്ന് വെച്ചിട്ട് 2 പീസാക്കി എടുക്കാം. നമുക്കിത് ഫ്രണ്ടിലേക്ക് വേറെ ബാക്കിലേക്ക് വേറെ ആക്കിയിട്ട് 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ആദ്യം യോക്ക് ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് മെറ്റീരിയലിൻ്റെ നല്ല വശത്ത് ഇതുപോലെ ലൈനിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ കഴുത്തിൻ്റെ റൗണ്ട് ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമുക്ക് ലൈനിങ്ങും മെറ്റീരിയലും കൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നെക്ക് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മറിച്ചിട്ടാൽ ഇതുപോലെ ഇരിക്കും. ഇനി ഇതൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം.
അപ്പോൾ അതാ യോക്കുമ്പോൾ ലൈനിങ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് വശം എടുക്കാം. ബാക്ക് വശം ഇതുപോലെ ലൈനിങ് ഇതുമൊന്ന് സ്റ്റിച്ച് ചെയ്ത് നെക്കും നല്ല മെറ്റീരിയലും ലൈനിങ്ങും കൂടെ ഇതുപോലെ നെക്ക് വശം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഷോൾഡർ യോജിപ്പിക്കാം. അപ്പോൾ ഇതാ ഫ്രണ്ട് വശം എടുത്തിട്ട് ബാക്കിൻ്റെ ഷോൾഡറുമേ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഷോൾഡർ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബാക്ക് വശം ഇതുപോലെ ലൈനിങ് ഒന്ന് മറിച്ചിട്ടെടുക്കാം. എന്നിട്ട് ലൈനിങ് ഈ മെറ്റീരിയൽമേ ഫുള്ളായിട്ട് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. അപ്പോൾ ഇതാ ഇതും ബാക്ക് വശം നമ്മൾ ഇതുപോലെ ലൈനിങ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ ലൈനിങ്ങും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവിൻ്റെ ലൈനിങ്ങും വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സ്ലീവിൻ്റെ അറ്റം ഫോൾഡ് ചെയ്ത് അടിച്ചിട്ടുമുണ്ട്. ഇനി നമ്മൾ ഈ സ്ലീവ് ഇതുമൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഗൗണിൻ്റെ യോക്കിൻ്റെ ഭാഗം ഇതുപോലെ സ്ലീവൊക്കെ വെച്ച് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടിവശത്തേക്കുള്ള ഭാഗം പ്ലീറ്റ് ഇട്ടെടുക്കാം. ഇതുപോലെ ചെറിയ പ്ലീറ്റാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇത് പ്ലീറ്റ് ഇട്ടെടുത്തതിന് ശേഷം ഇതുപോലെ ആദ്യം ഫ്രണ്ട് ഭാഗം ഇതുപോലെ യോക്കുമ്പോൾ യോജിപ്പിച്ചെടുക്കാം. നമുക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് ആദ്യം യോജിപ്പിച്ചെടുക്കാം. ബാക്കിലേക്കും ഇതുപോലെ പ്ലീറ്റ് ഇട്ടിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. രണ്ട് വശം യോജിപ്പിച്ചെടുത്ത് ഇനി നമുക്ക് ഇതിൽ ലൈനിങ്ങും കൂടെ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ലൈനിങ് ഇതുപോലെ ഒപ്പം വെച്ചിട്ട് ലൈനിങ്ങും നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഗൗണിൻ്റെ പ്ലീറ്റ് ഇട്ട ഭാഗവും ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലൈനിങ്ങും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്യണം. അപ്പോൾ ആദ്യം കൈയിൻ്റെ റൗണ്ട് അടയാളപ്പെടുത്തിയിട്ട് അവിടെ മുതൽ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് യോക്കിൻ്റെ ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഈ പ്ലീറ്റ് ഇട്ട ഭാഗത്ത് എത്തുമ്പോൾ ആ പ്ലീറ്റ് ഇട്ടതിൻ്റെ നല്ല ഭാഗം ഇത്തിരി കയറ്റി വെച്ചിട്ട് ലൈനിങ് മക്കോടെ ഇതുപോലെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അതൊക്കെ കണ്ടപ്പോൾ നല്ല ഭാഗം ഇത്തിരി കണ്ട് നീങ്ങിപ്പോകും. എന്നിട്ട് പിന്നെ ലൈനിങ് മാത്രം ഇതുപോലെ ഒപ്പം പിടിച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ലൈനിങ് മാത്രം ഒന്ന് മേലേക്ക് പൊക്കിയതിന് ശേഷം ഈ നല്ല ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും, അതൊന്ന് സെപ്പറേറ്റ് ഈ ലൈനിങ് കഴിഞ്ഞിട്ടുള്ള അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം നമ്മൾ. അത് ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം ഇനി നമ്മൾ ഗൗണിൻ്റെ അടിവശം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ
ലൈനിങ്ങിൻ്റെ അടിവശവും നമ്മളൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഗൗണിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.